അനുഗ്രഹ ഹോംസ് പദ്ധതിയുമായി CMN ട്രസ്റ്റ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന CMN ട്രസ്റ്റ് വീടും സ്ഥലവുമില്ലാത്ത 6 കുടുംബാംഗങ്ങൾക്ക് പമ്പ വാസവൻ നായർ തന്റെ ഗ്രാമത്തിൽ 30 സെന്റ് സ്ഥലത്ത് 600 സ്ക്വയർ ഫീറ്റോളം വരുന്ന 6 വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചതായി ട്രസ്റ്റ് മാനേജർ സന്തോഷ് കേരാട്ട് പറഞ്ഞു. പ്രോപ്പർട്ടി മാനേജർ VR അനീഷ്, ചാർട്ടേഡ് അക്കൗണ്ട് ഗോപിനാഥും പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ CMN ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് മുന്നേയും പലവട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ശ്രീ പമ്പവാസൻ നായർ ചെയർമാനായിട്ടുള്ള CMN ട്രസ്റ്റ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശരണരായിട്ടുള്ള ജനങ്ങൾക്ക്, ഭവനരഹിതർക്ക് വീടുകൾ എ ഹോം ഓഫ് യുവർ ഓൺ എന്ന പദ്ധതിയിൽ 50 വീടുകളാണ് ഇത്തവണ നമ്മൾ നൽകുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് പെൻഷൻ പദ്ധതി, അതിലവരുടെ പ്രായം മാത്രമല്ല സാമ്പത്തിക സ്ഥിതി, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് 100-ലധികം ആളുകൾക്കാണ് നമ്മളിപ്പോൾ പെൻഷൻ അനുവദിക്കുന്നത്. അതുപോലെ തന്നെ വിവിധങ്ങളായ സ്കൂളുകൾ നമ്മൾ സമീപിച്ചിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അട്ടപ്പാടിയിൽ വനവാസി മേഖലകളിൽ ആന ഇറങ്ങുന്ന വഴികളുണ്ട്. അവിടെ ആദിവാസി ഊരുകളിൽ അവർക്ക് വൈകുന്നേരമായാൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനൊരു കാര്യം നമ്മൾ അറിഞ്ഞ സമയത്ത് അവിടെ സോളാർ വിളക്കുകൾ സ്ഥാപിച്ചു. അങ്ങനെ ഒരു പദ്ധതി ഈ കഴിഞ്ഞ മാസം നമ്മളത് പൂർത്തിയാക്കി. അവർക്കെല്ലാം ഇപ്പോൾ നിർഭയം ഏത് രാത്രിയിലും അതിൽ നടക്കാം. അങ്ങനെയൊരു നല്ല കാര്യം കഴിഞ്ഞ മാസം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ വയനാട്ടിലെ തിരുനെല്ലി ആദിവാസി ഊരിൽ അവിടെ 4-5 ഊരുകൾ കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കുടിവെള്ള പദ്ധതി, ഒരു കുഴൽക്കിണർ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറേജ് ടാങ്ക്, വിതരണ ശൃംഖല മുതലായവ എല്ലാം കൂടി ചേർത്തൊരു ബൃഹത്തായ കുടിവെള്ള പദ്ധതി, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നമ്മൾ കഴിഞ്ഞ വർഷം വനവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധനങ്ങളുടെ കിറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് പ്രൊജക്റ്റ് ആയിരുന്നു എ ഹോം ഓഫ് യുവർ ഓൺ. അത് 5 വർഷത്തിനകത്ത് 50 വീടുകൾ എന്നാണ് അതിൻ്റെ പദ്ധതി പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നാൽ 2024 ഓഗസ്റ്റിൽ ആരംഭിച്ച് 2 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ സമയത്തിനകത്ത് തന്നെ നമ്മൾ 20 വീടുകൾ പൂർത്തിയാക്കി ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഒരു 14 മാസം കൊണ്ട് തന്നെ ഈ പണി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അതേസമയം ഇപ്പോൾ ഒരു 18 പുതിയ വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ പല വീടും 3-4 വീടുകളുടെ പണി തീർന്നു. അങ്ങനെ പല വീടുകളും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ഇത്രയും ജില്ലകളിൽ നമ്മൾ ഇത്തവണ വീട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടുണ്ടായിട്ടുള്ള കാരണം CMN ട്രസ്റ്റ് ചെയർമാൻ ശ്രീ പമ്പവാസൻ നായരുടെ ഗ്രാമത്തിലുള്ള 6 കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക സ്ഥിതിയും കണക്കിലെടുത്ത് വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് അങ്ങനെ 6 കുടുംബങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അനുഗ്രഹ ഹോംസ് എന്ന പേരിൽ ഒരു ഹൗസിംഗ് കോംപ്ലക്സ്, ഒരു ഭവന നിർമ്മാണ പദ്ധതി, ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഒരു 30 സെൻറ്റ് സ്ഥലത്ത് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ കരിയാമുട്ടി എന്ന സ്ഥലത്ത് ഒരു 30 സെൻറ്റ് സ്ഥലത്ത് മാറ്റിവെച്ച് അതിൽ ഒരു 6 വീടുകൾ പണിത് കൊടുക്കുക. ഈ അനുഗ്രഹ ഹോംസ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പം ഇത് നമ്മളുടെ എ ഹോം ഓഫ് യുവർ ഓൺ എന്നുള്ള 50 വീടുകൾക്ക് പുറമെയാണ് ഈ 6 വീടുകൾ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ജനുവരി 26-ന് അനൗൺസ് ചെയ്യേണ്ട ഒരു പദ്ധതിയായിരുന്നു. പക്ഷേ ചെയർമാൻ ശ്രീ പമ്പവാസൻ നായരെ കുറച്ച് ഔദ്യോഗികമായുള്ള തിരക്കുകൾ കാരണം അത് ഞങ്ങൾ മാർച്ച് 1-ാം തീയതിക്ക് മാറ്റിവെച്ചു.
അതിനിടയിൽ നമ്മളൊരു യുദ്ധ സാഹചര്യം അവിടെ രൂപപ്പെട്ടു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഇപ്പം തൻ്റെ സഹപ്രവർത്തകരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി നിൽക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ യുദ്ധ സാഹചര്യം ഇതുവരെ മാറിയിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നമുക്ക് ഇനി നീട്ടിവെക്കേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമ്മൾ ഈ പരിപാടി അനൗൺസ് ചെയ്യാണ്. അപ്പോൾ ഈ ബെനിഫിഷ്യറീസിന് ഒരു വിഷുക്കൈ നീട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പരിപാടി കൊടുക്കാമെന്ന് വിചാരിക്കും. ഈ യുദ്ധ സാഹചര്യത്തിൻ്റെയും ശ്രീ പമ്പവാസൻ നായരുടെയും കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് 1-2 വാക്കുകൾ പറയാൻ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഇപ്രാവശ്യം വരാതിരിക്കാൻ തന്നെ കാരണം അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം വരാൻ സാഹചര്യമില്ലാഞ്ഞിട്ടല്ല, തന്നോട് ബന്ധപ്പെട്ട ആളുകാരെല്ലാം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ തുടരുമ്പോൾ അദ്ദേഹം മാത്രം ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. അതുപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലും അദ്ദേഹം അവിടെ തന്നെ തൻ്റെ ജോലിക്കാരോടൊത്ത് നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഒരിക്കലും കമ്പനികളിലെ ലേ ഓഫ് പ്രഖ്യാപിച്ചില്ല. സാലറി പല കമ്പനികളും സാലറി കുറച്ചു, പക്ഷേ അമാദ് ഗ്രൂപ്പ് ഒരിക്കലും സാലറിയിൽ വ്യത്യാസം വരുത്തിയില്ല. അപ്പോൾ ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപരി മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ കൂടി വളരെ വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു യുദ്ധ സാഹചര്യത്തിലും വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കത് മാറ്റിവെക്കാമെന്ന് പറയുമായിരുന്നു. ഈ ഒരു യുദ്ധ സാഹചര്യം അവിടെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം നമുക്ക് ഇനി പദ്ധതിയായിട്ട് മുന്നോട്ട് തന്നെ പോകാം, ഇനി നീട്ടിവെക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അങ്ങനെ നമ്മൾ ഈ പരിപാടി അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895653372.